ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിലപ്പം നോക്കുന്നുണ്ടാകും ഞാൻ എന്താണ് ഈ കാണിക്കുന്നതെന്ന്. ഞാൻ നേരത്തെ ബിജു ബ്രദറിനോട് പറയായിരുന്നു, എനിക്കറിയാൻ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രസംഗം ആരും ഇന്നുവരെ മാറ്റിയിട്ടില്ല. അങ്ങനെ പറ്റുമായിരുന്നു ഞാൻ തന്നെ ആദ്യം മാറേണ്ടതായിരുന്നു. എനിക്ക് പോലും എന്നെ മാറ്റാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഒരു വിശുദ്ധനാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല. എനിക്ക് പോലും എന്നെ മാറ്റാൻ പറ്റുന്നില്ല, പിന്നല്ലേ ഞാൻ നിങ്ങളെ മാറ്റുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, when he comes, when the Spirit of Almighty God comes, we will change. You will change, I will change. ഞാൻ ഓർത്തുപോയി, ശാലോം ഫെസ്റ്റിവൽ തുടങ്ങിയതിന് ശേഷം പോലും എന്നിൽ മാറ്റം ഉണ്ടായി. ഇവിടെ നിന്ന് ഇവരോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് എല്ലാ സമയത്തും എൻ്റെ ഹൃദയം പൊടിയുന്നു. കർത്താവിൻ്റെ താഴ്മ കർത്താവ് എന്നെ കാണിച്ചു തരുന്നു. എത്രമാത്രം തോറ്റു കൊടുക്കണമെന്ന് ഈശോ കാണിച്ചു തരുന്നു. വിട്ടുകളയാൻ കർത്താവ് പഠിപ്പിക്കുന്നു. ശുശ്രൂഷയുടെ ഒരു മഹത്വവും ആഗ്രഹിക്കരുതെന്ന് ഈശോ പഠിപ്പിക്കുന്നു, ഒത്തിരി പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ബോധ്യം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ ചോദിച്ചു, രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ പ്രസംഗം പകുതിക്ക് വെച്ച് നിന്നുപോയി. നിങ്ങൾ നാളെ വീട്ടിൽ പോയി ബൈബിൾ വായിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പത്രോസിന്റെ പ്രസംഗത്തെ കംപ്ലീറ്റ് ചെയ്യാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുവദിച്ചില്ല എന്നർത്ഥം. ഹല്ലേലൂയ. ശരിയാണോ ഞാൻ പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ച് ബൈബിൾ വായിച്ചാൽ കാണാം. പത്രോസ് ഉദ്ദേശിച്ച 10 പോയിന്റുകൾ പറയാൻ സമ്മതിച്ചില്ല. പത്രോസിന്റെ 3-ാമത്തെ പോയിന്റ് എത്തിയപ്പോൾ തന്നെ മഴ പെയ്തു. Raining. Glory of God, the anointing, the power, the Holy Spirit came upon the people and they were crying. Their hearts were broken. അവരുടെ ഹൃദയം തകർന്നു. പരിശുദ്ധാത്മാവ് പത്രോസിനെ കാണിച്ചു കൊടുത്തു, പത്രോസെ, നിന്റെ പ്രസംഗത്തിന്റെ ആവശ്യം സത്യത്തിൽ എനിക്കില്ല, നിന്നെ എനിക്കൊന്ന് വേണം. നീ ആകുന്ന ഉപകരണം, നീ ചുമ്മാ നിന്നാ മതി. നിന്റെ പ്രസംഗത്തിന്റെ 8 പോയിന്റുകൾ ഇനി വേണ്ട. ഞാൻ എൻ്റെ ജനത്തെ തൊടട്ടെ, ഞാൻ എൻ്റെ മക്കളെ അഭിഷേകം ചെയ്യട്ടെ, ഞാൻ എൻ്റെ മക്കളെ സ്പർശിക്കട്ടെ, ഞാൻ എൻ്റെ മക്കൾക്ക് പാപബോധം കൊടുക്കട്ടെ. പത്രോസ് വായും പൊളിച്ചു നിൽക്കുക. പറയാൻ തന്ന മുഴുവൻ കാര്യങ്ങളും പറയിച്ചില്ല. പ്രിയപ്പെട്ടവരെ, പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പോയിന്റ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ the Spirit of Almighty God came. ദൈവത്തിന്റെ ആത്മാവ് വന്നു. ശാലോം ടെലിവിഷൻ കാണുമ്പോൾ മുസ്ലിങ്ങൾ മാനസാന്തരപ്പെടുന്നു, ഹിന്ദുക്കൾ മാനസാന്തരപ്പെടുന്നു, നിരീശ്വരവാദികൾ മാനസാന്തരപ്പെടുന്നു. അത് പ്രസംഗിക്കുന്ന ഞങ്ങളുടെ ആരുടെയും പോയിന്റ് കേട്ടിട്ടല്ല. ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ല അയാൾ പറഞ്ഞ പോയിന്റ് എന്നെ പിടിച്ച് കുലുക്കി. നോ. നിങ്ങൾക്കറിയാമോ, തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ രാജാവ്, അധികാരമില്ല അദ്ദേഹത്തിന്, വെറും രാജാവാണ്, പക്ഷെ വലിയ സമ്പത്തിന്റെ ഉടയവനാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുവാൻ കുപ്പി കരങ്ങളിൽ എടുത്ത് വിഷക്കുപ്പിയുമായി ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഒരു സിനിമ കാണണം, എന്നിട്ട് മരിക്കണം, വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ അദ്ദേഹം സിനിമ കാണാൻ നോക്കിയപ്പോഴാണ് ചാനലിൽ ആരോ പ്രസംഗിക്കുന്നു, സഹോദര, നീ എന്തിനു മരിക്കണം? നീ ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും യേശു നിന്നെ സ്നേഹിക്കുന്നു. അയാൾ ഇരുന്നു പോയി. പ്രഭാതത്തിൽ ക്ലോക്കിൽ മണിയടിക്കുമ്പോൾ മണി 6. 12 മണിക്ക് ശാലോം ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്ന ബ്രാഹ്മണനായ രാജകുടുംബത്തിൽ ഇപ്പോഴത്തെ അധികാരി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കുപ്പിയടിച്ച് പൊട്ടിച്ചു. ആ ടെലിവിഷന്റെ മുമ്പിൽ അദ്ദേഹം മുട്ടുകുത്തി. രാവിലത്തെ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, യേശുവേ, ഞാനൊരു ബ്രാഹ്മണനാണ്, എനിക്ക് കാര്യങ്ങളൊന്നും വലിയ പിടുത്തമൊന്നുമില്ല, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ സമാധാനം ഞാൻ അനുഭവിക്കുന്നു, ഇന്ന് വരെ അനുഭവിക്കാത്തത്. അതാരുടെയും പോയിന്റ് കേട്ടിട്ടല്ല. വീണ്ടും ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവ്. ടെലിവിഷൻ എന്ന് പറയുന്ന മീഡിയയിൽ കൂടി പിശാച് അനേക വ്യക്തികളെ തകർക്കുമ്പോൾ, അശുദ്ധിയിലൂടെ, കൊലപാതകത്തിലൂടെ, ആക്രമണങ്ങളിലൂടെ, മർഡറിലൂടെ ഈവിൾ സ്പിരിറ്റ് കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് പോയിന്റ് അല്ല. ഈശോ പറഞ്ഞു, ഞാൻ പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു വചനപ്രഘോഷം ഇങ്ങനെ പറയുമെന്ന്? ഞാൻ പോയിട്ട് കേരളത്തിൽ നിന്ന് അടുത്ത ആള് വരുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഞാൻ പറയുമോ പ്രിയപ്പെട്ടവരെ? എങ്ങനെയാണ് അടുത്ത വർഷവും വരാമെന്നായിരിക്കും ഞാൻ നോക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ പറയുമെന്ന്? ഞാൻ പോയിട്ട് അടുത്ത ആള് വരുന്നതാ നിങ്ങൾക്ക് നല്ലത് പറയുമോ? ലോകത്തിൽ ഒരാൾ പറഞ്ഞു, എനിക്ക് കിട്ടുന്ന കസേര ഞാൻ വിടുവോ? ഒരാൾ വീണ്ടും പറഞ്ഞു, ഞാൻ പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. അത് പറയാൻ കർത്താവിനെ പറ്റൂ. പ്രിയപ്പെട്ടവരെ, മക്കളെ, ഞാൻ പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതിന്റെ കാരണമുണ്ട്.
ഞാൻ പോകുന്നതിന്റെ ദുഃഖത്തെക്കാളും വലിയൊരു സമ്മാനം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ പോകണം. കാരണം ഭൂമിയിൽ പരിശുദ്ധ ത്രിത്വത്തിലെ ഒരാൾക്ക് മാത്രമേ ഒരേ സമയം നിൽക്കാൻ പറ്റൂ. അതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. പുത്രന്റെ കാലത്ത് പുത്രൻ പോയാൽ ആത്മാവ് വരും. പുത്രൻ പോകണം, ഞാൻ പോകുന്നതാ നല്ലത്. അതെ, അവിടെ നിന്ന് പോയി ആള് വന്നു, അവിടെ നിന്ന് പോയി പരിശുദ്ധാത്മാവ് വന്നു. ഈശോ ഭൂമിയിൽ ജീവിച്ചിരുന്ന 33.5 വർഷത്തിൽ 3.5 വർഷവും കർത്താവിന്റെ കൂടെ നടന്നിട്ടും പുത്രനായ ദൈവത്തിന്റെ കൂടെ നടന്നിട്ടും ഒരു മാറ്റവും വരാതിരുന്ന പത്രോസ് അവസാന നിമിഷത്തിൽ വാളെടുത്തോട് പട്ടാളക്കാരന്റെ തലക്കിട്ട് വെട്ടി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പത്രോസ് ഒരു പട്ടാളക്കാരന്റെ ചെവി ഇങ്ങനെ ലക്ഷ്യം വെച്ച് ഇങ്ങോട്ട് തിരിഞ്ഞ് ചെവി 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 തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നോ. അവൻ വാളെടുത്ത് തലക്കിട്ടാ വെട്ടി, കഴുത്തിനിട്ടാ വെട്ടിയത്. പട്ടാളക്കാരൻ പട്ടാളം പഠിച്ചത് കൊണ്ട് അവൻ കഴുത്ത് മാറ്റി കളഞ്ഞപ്പോ ചെവി പോയതാണ്. 3.5 വർഷത്തെ പഠനത്തിന്റെ അവസാനവും ടീച്ചിങ്സിന്റെ അവസാനവും ഈ ലോകം കണ്ട ഏറ്റവും പരിശുദ്ധി നിറഞ്ഞ ശുശ്രൂഷകന്റെ പ്രസംഗം കേട്ടിട്ടും പത്രോസ് വാളെടുത്ത് വെട്ടി. അവിടെ വെച്ച് കർത്താവിനെ തിരുത്തേണ്ടി വന്നു. പത്രോസേ, നിന്റെ വാൾ നീ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും, നീ ഉറയിലിടുക പത്രോസേ. അവിടെ വെച്ചും കൊടുക്കുക. അവസാന നിമിഷത്തിലും പത്രോസ് ജഡികനായി കാണിക്കുകയാണ്. ഈശോ പത്രോസിനോട് പറഞ്ഞു, ഞാൻ പോകുന്നതാ നല്ലത്, ഞാൻ പോയില്ല നീ വാളെടുക്കും, ഞാൻ പോയില്ലേ നീ ടവലും വെള്ളവും ബേസനും എടുക്കാൻ നിനക്ക് പറ്റില്ല, ഞാൻ പോയില്ലേ നീ ആളുകളെ വാളെടുത്ത് വെട്ടും. പത്രോസേ, നീ പിശാചിനെ വാളെടുത്ത് വെട്ടണം, അതിനു പകരം നീ മനുഷ്യനെ വാളെടുത്ത് വെട്ടുന്നു. മനുഷ്യനെ നേടാൻ വാളല്ല എടുക്കേണ്ടത്, മനുഷ്യനെ നേടാൻ ടവലും വെള്ളവും പാത്രവും എടുക്കണം. ഞാൻ കാണിച്ചു തന്നില്ലേ? പിശാചിനെ വെട്ടി ഒതുക്കാൻ ദൈവവചനമാകുന്ന വാള് നീ എടുക്കണം. ഞാൻ പറഞ്ഞതിന്റെ തലതിരിച്ചാ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നീ മനുഷ്യനെ വെട്ടാൻ വാളെടുക്കുന്നു. ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവ് വരുമ്പോ നീ ടവലെടുക്കും. ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവ് വരുമ്പോ നീ പാത്രവും വെള്ളവും എടുക്കും. നീ കാല് കഴുകാൻ പഠിക്കും. അതിന് ഞാൻ പോകുന്നതാ നല്ലത്. അതെ, യേശു പോയി, പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് ആളാകെ മാറി. പത്രോസ് ആളാകെ മാറി. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് വിശ്വസിക്കാൻ പറ്റി. പത്രോസിന്റെ നിഴലടിച്ചപ്പോ രോഗി സൗഖ്യമായെന്ന് പറഞ്ഞാൽ പത്രോസിന്റെ നിഴലൊന്നും അല്ല, ഈശോയുടെ നിഴലാ. പത്രോസിന്റെ അകത്ത് അതുപോലെ ഈശോയ്ക്ക് നിൽക്കാൻ സാധിച്ചു. പത്രോസ് എന്ന പാത്രം കഴുകപ്പെട്ടു. പത്രോസ് എന്ന പാത്രത്തിൽ ആത്മാവ് നിറഞ്ഞു. ഞാൻ എൻ്റെ കുഞ്ഞനുഭവത്തിൽ നിന്ന് പറയാം. നിങ്ങൾ 1000 പ്രസംഗം എന്റേത് കേട്ടാലും ശരി, വട്ടായലിച്ചെൻ്റെത് കേട്ടാലും ശരി, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടില്ല, ഇരുന്നിടത്ത് നിങ്ങൾ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ചില പാട്ട് ഞാൻ ആവർത്തിച്ച് പാടുന്നത്? ആ പാട്ട് പരിശുദ്ധാത്മാവിന് ഈ ധ്യാനത്തിൽ ഇഷ്ടം, അടുത്ത ധ്യാനത്തിൽ ഇഷ്ടമാണോ എന്ന് ഒരു നിർബന്ധവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അത് ന്യൂയോർക്കിൽ ആ പാട്ട് ഇഷ്ടപ്പെട്ടില്ല, 2ാമത്തെ മിനിറ്റ് ഞാൻ നിർത്തിക്കും. സംശയിക്കണ്ട പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിന്റെ മനസ്സറിഞ്ഞ് മുന്നോട്ട് പോയാൽ മാത്രമേ ആളുകളിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ. എനിക്കറിയാം. അത് എന്റെ ടെക്നിക്കും ടെക്നോളജിയും ഒന്നും ഇവിടെ നടക്കത്തില്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കഴിഞ്ഞ ശാലോം ഫെസ്റ്റിവലിൽ ക്ലിക്കായ പല പാട്ടുകളും ഇപ്രാവശ്യം ഞാൻ പലയിടത്തും ഇറക്കി നോക്കി, ക്ലച്ച് പിടിക്കുന്നില്ല. അത് കർത്താവിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, കർത്താവ് പുതുമയുടെ ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഒരു ടെക്നോളജിയിലും ഒരു ഫോർമാറ്റിന്റെ അകത്തും ഇഡലിപ്പാത്രത്തിൽ മാവൊഴിച്ച് ഇഡലി ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് പരിശുദ്ധാത്മാവിനെ വട്ടം കറക്കാൻ പറ്റില്ല. ഈസ് ഗോഡ് ഓൾമൈറ്റി. അവിടുത്തെ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ പോകേണ്ടത്. ഇതാ കർത്താവിന്റെ ദാസി. അതാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കേണ്ടത്. വാട്ട് ഷാൽ ഐ ഡു? പരിശുദ്ധാത്മാവ് മറിയത്തോട് പറഞ്ഞു, മറിയമേ, നീ ആദ്യം ചെയ്യേണ്ട എന്താണെന്നറിയാമോ? നീ ടവലെടുക്കണം. പത്രോസിന് പിടികിട്ടാഞ്ഞ കാര്യം മറിയത്തിന് പിടികിട്ടി. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പാത്രവും വെള്ളവും ടവലും എടുത്തുകൊണ്ട് യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് അവൾ ഓടി. വാളെടുത്ത് വെട്ടാനല്ല, വെള്ളം കൊണ്ട് കാല് കഴുകാൻ. പാത്രമെടുത്തു, ടവലെടുത്തു, വെള്ളമെടുത്തു. പാത്രവും ടവലും വെള്ളവുമായി അവൾ ചെന്നു. ഇളയമേ, ഇളയമ പുറത്ത് ചാടി. നിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എന്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി. പ്രിയപ്പെട്ടവരെ, എത്ര പ്രസംഗം കേട്ടാലും നമ്മൾ ആളുകളെ വാളെടുത്ത് വെട്ടുന്നു. ആളുകളെ നമ്മൾ നാവാകുന്ന വാളെടുത്ത് വെട്ടി മുറിക്കുന്നു. ആളുകളെ നമ്മൾ തുണ്ടം തുണ്ടമാക്കി അരിഞ്ഞു കളയുന്നു. കരിസ്മാറ്റിക്കുകാരായ നമ്മൾ, കരിസ്മാറ്റിക് പ്രാർത്ഥനയിൽ വന്ന് ഭാഷാവരത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന നമ്മൾ, മലയാളം പറയുമ്പോൾ നമ്മുടെ നാവിന്റെ നിയന്ത്രണം പിശാചിന് വിട്ടുകൊടുക്കുന്നു. ഭാഷാവരം പറയുമ്പോൾ മാത്രമേ നമ്മുടെ നാവിന് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, മലയാള ഭാഷ പറയുമ്പോൾ ഏതാത്മാവാണ് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുന്നത്? നമ്മൾ കരിസ്മാറ്റിക്കാർ സാധാരണ പറയും, ദാ പരിശുദ്ധാത്മാവിന്റെ നാവേ വന്നിരിക്കുന്നു. ഭാഷാവരം നല്ലത്. ഓട്ടോപോട്ട് മലയാളം, ഓട്ടോപോട്ട് ഇംഗ്ലീഷ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്നെ പഠിപ്പിച്ചതാണിത്. ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടും പടപട വീണുപോയി. എനിക്ക് എഴുന്നേക്കാൻ പറ്റാതെ ഞാൻ തുറന്ന് പ്രസംഗിക്കുക. വീഴുന്നു, ആംബുലൻസ് വരുന്നു. വീഴുന്നു, ആംബുലൻസ് വരുന്നു. വീഴുന്നു, ആംബുലൻസ് വരുന്നു. ആംബുലൻസ് വരുന്ന കുമ്പസാരക്കൂട്. ഒരു കുഴപ്പമില്ല.
എപ്പോ വിളിച്ചാലും ഈ ആംബുലൻസ് വരും. പക്ഷേ വീഴുക, ആംബുലൻസ് വരിക, വീഴുക, ആംബുലൻസ് വരിക, അത് എപ്പോഴും അത്ര നല്ല കാര്യമാണോ? എപ്പോ വിളിച്ചാലും ഇവിടുന്ന് ഫ്രീ ആയിട്ട് ആംബുലൻസ് വിടുന്നുണ്ട്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ കർത്താവ് ചോദിക്കുകയാണ്, മോനെ, നിനക്ക് ആംബുലൻസ് വിളിക്കാതെ ജീവിക്കാൻ പറ്റുകയല്ലേ? ഞാൻ എൻ്റെ ആത്മാവിനെ നിനക്ക് തരികയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്ക് ഈ വർഷത്തെ ധ്യാനത്തിൽ, ഷാലോ ഫെസ്റ്റിവലിൽ തരാനുള്ള ലാസ്റ്റ് മെസ്സേജ് ഞാൻ പറയുന്നത്. ബി കെയർഫുൾ അബൌട്ട് യുവർ വാക്ക്. ഇതാണ് കർത്താവ് ഇന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഓരോ ചുവടുകളും സൂക്ഷിച്ചു വെക്കണം. ഷാലോമിന്റെ കൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സാന്റോ ബ്രദർ എപ്പോഴും പറയാറുണ്ട്, എല്ലാ ശുശ്രൂഷകരെയും മാനിക്കണം, എല്ലാ ശുശ്രൂഷകരെയും ഉയർത്തി പറയണം. സാന്റോ ബ്രദർ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരാളെ പറ്റി നെഗറ്റീവ് പറയില്ല. എപ്പോഴും പറയും, ഷാലോമിന്റെ കൂടെ നിൽക്കുന്നവർ മറ്റ് ശുശ്രൂഷകരെയും മാനിക്കണം. നമുക്ക് ആരോടും മത്സരമില്ല, കാരണം ദൈവരാജ്യത്തിൽ മത്സരത്തിന്റെ ആത്മാവില്ല. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇതെല്ലാം കെയർഫുൾ ആയിട്ട് നമ്മൾ പോകേണ്ട കാര്യം. നമ്മളെ വളർത്തുന്നത് കർത്താവാണ് പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നത് കർത്താവാണ്. നമ്മൾ സൂക്ഷിച്ചു വയ്ക്കണം, സൂക്ഷിക്കണം. വലിയൊരു നിധി കർത്താവ് നമുക്ക് തരികയാണ്. ഈ നിധി മൺപാത്രങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു തട്ട് തട്ടിയാൽ ഈ മൺപാത്രം പൊട്ടിപ്പോകും. ഈ നിധി നമുക്ക് തന്നിരിക്കുന്നത് മൺപാത്രങ്ങളിലാണ്. സത്യത്തിൽ ഇംഗ്ലീഷ് ചാനൽ തുടങ്ങാൻ പോണെന്ന് സാന്റോ ബ്രദർ കഴിഞ്ഞ വർഷം ഒരു സൂചന എനിക്ക് തന്നപ്പോൾ ഞാൻ സത്യമായിട്ടും വിശ്വസിച്ചില്ല. ഞാൻ ആദ്യം വിചാരിച്ചു, സാന്റോ ബ്രദറിന് ഇവിടെ ഒരു മണ്ടത്തരം പറ്റുമെന്നാണ് കർത്താവ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എൻ്റെ ഫെയ്ത്ത് പറ്റണില്ലായിരുന്നു. ഞാൻ ഓർത്തു, ദൈവം ഇതെങ്ങനെ സാധിക്കും, ഇതെങ്ങനെ നടക്കും? പക്ഷേ ഇപ്രാവശ്യം വന്ന പറയാൻ സാധിക്കുന്നു, ദൈവം ഓരോ വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ സ്വപ്നമാണ്. അത് നടക്കാനുള്ളൊരു പ്രധാന കാരണം മറ്റുള്ളവരെ കുറ്റം പറയുകയും വിധിക്കാതെയും ചെയ്യുന്ന ഒരു സ്പിരിറ്റ് നമുക്കുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളിലൂടെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. മോശയെ പറ്റി ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, മോശയെ പറ്റി ആര് കുറ്റം പറഞ്ഞാലും മോശ തിരിച്ചൊന്നും പറയത്തില്ല. പകരം ഭൂമിയിലേക്ക് കമിഴ്ന്നു വീണിട്ട് മോശ പറയും, കർത്താവേ, എന്നെ ചീത്ത വിളിച്ചവരുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗത്തിലെ ദൈവം മോശയിൽ കണ്ടത് യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. കാരണം താഞ്ഞടിക്കുമ്പോഴും മറ്റേ കരണം കാണിച്ചു കൊടുത്ത, താടിരോമങ്ങൾ വലിച്ചു പറിക്കുമ്പോൾ മിണ്ടാതിരുന്ന, 600 പട്ടാളക്കാർ തുപ്പിയപ്പോൾ മുഖം കുനിക്കാതിരുന്ന കർത്താവിന്റെ ആത്മാവ്. എന്തേ പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം അറിവും ധ്യാനവും ഒക്കെ താമസിച്ചു കൂടിയിട്ടും നമുക്ക് എന്താണ് മാറ്റം വരാത്തത്? നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ പരിശുദ്ധാത്മാവിനെ വിലയുള്ളതായിട്ട് കാണുന്നില്ല. നമ്മുടെ കൂടെ ഒരാൾ നടക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ചിലർ എൻ്റെ അടുത്ത് മത്സരിക്കാൻ വരും ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഇതൊന്നും നടക്കത്തില്ല ഡോക്ടറെ, 2 വർഷമായി. നിങ്ങളോട് ആരാ പറഞ്ഞത്? 2 മാസത്തിൽ കൂടുതൽ നിൽക്കുകയല്ല. നിങ്ങളോട് ആരാ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ? സാന്റോ ബ്രദർ എത്ര വർഷമായിട്ട് നിൽക്കുന്നതല്ല, മുന്നോട്ട് പോകുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിലനിൽപ്പിന്റെ വരം വേണോ? വേണ്ട. നിലനിൽപ്പിന്റെ വരം എന്ന് പറഞ്ഞാൽ നിന്നെടുത്ത് തന്നെ നിൽക്കുന്നതാണ്. നമുക്ക് ഷാലോം ഫെസ്റ്റിവലിൽ മുന്നോട്ട് പോകുന്ന വരമാണ് വേണ്ടത്. ഹല്ലേലൂയ. നിന്നടുത്ത് തന്നെ നിൽക്കുന്ന വരമാണ് നിലനിൽപ്പിന്റെ വരം. ഇത് ചോദിക്കുന്നതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നത്. കുഴപ്പമില്ല. പ്രാരംഭ ധ്യാനത്തിൽ ഒരു ബോധവും ഇല്ലാത്ത കിടന്നു വരുന്നവരോട് നിൽക്കാൻ നിലനിൽപ്പിന്റെ വരം നമ്മൾ ചോദിക്കാൻ പറയും. കാര്യം അവർ നിന്നിട്ടേ ഇല്ല, അവർ കിടപ്പിലായി പോയ അവരോട് നമ്മൾ പറയും നിലനിൽപ്പിന്റെ വരം ചോദിക്കുക. നിൽക്കാൻ തുടങ്ങിയ നമ്മളോട് ഇനി എന്തിനാ നിലനിൽപ്പിന്റെ വരം? പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് മുന്നോട്ട് പോകണം, മാറണം. പ്രിയപ്പെട്ടവരെ, ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പാപം നമ്മളെ കൊണ്ട് തോന്നിവാസം എല്ലാം ചെയ്യിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ പാപത്തിന്റെ അടിമയല്ലേ? ഒരാൾ നമ്മളെ കൊണ്ട് തോന്നുന്നതെല്ലാം ചെയ്യിക്കുകയല്ലേ? നമ്മൾ സ്വതന്ത്രരാണോ? നമ്മൾ മക്കളാണോ? നമ്മൾ ചലഞ്ച് ചെയ്യണം ഇവിടെ ഇരുന്ന്. കർത്താവേ, ഈ പാപം എന്റെ കാൽ കീഴിലാക്കും, ഞാൻ ആക്കും. പരിശുദ്ധാത്മാവ് പറയും, ഞാൻ നിന്നെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് യു, കംഫർട്ടർ, ദ കൗൺസിലർ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഈശോയെ നമ്മൾ കൂടുതൽ സ്നേഹിക്കും തോറും 2 കാര്യം നമുക്ക് നടക്കും. ഒന്ന്, കർത്താവിനെ വേദനിപ്പിക്കരുത്. 2, ആത്മാക്കളെ നേടണം. ഇത് 2 നമ്മൾ പോലും അറിയാതെ കത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഈ ധ്യാനത്തിൽ തോന്നിയിട്ടുണ്ട്, അതിന്റെ അർത്ഥം കർത്താവ് നിങ്ങളെ തൊട്ടു. 2 വ്യക്തിപരമായ അടയാളം. ഒന്ന്, എന്റെ കർത്താവിനെ എനിക്ക് വേദനിപ്പിക്കാതെ ജീവിക്കണം. 2, ഒരാളെങ്കിലും സ്വർഗത്ത് കൊണ്ടുപോകണം. ഇത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വെട്ടവും കാണണ്ട, ഒരു പ്രകാശവും കാണണ്ട. കണ്ണടയ്ക്കുമ്പോൾ ഒരു മാലാഖയുടെ ചിറകിന്റെ തൂവലും കാണണ്ട. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് വന്നതിന്റെ അടയാളം അതാണ്. മൾട്ടിപ്ലിക്കേഷൻ. ദൈവരാജ്യം പടർത്തണം. ദൈവരാജ്യത്തിന്റെ ആത്മാവിനെ എനിക്ക് പങ്കുവെച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് പുഴുക്കളും പ്രാണിയും പാമ്പും പാറ്റായും സകല നാശവും ദുർഗന്ധവും. കെട്ടിക്കിടക്കുന്ന വെള്ളം.
എല്ലാം സ്വീകരിക്കുന്നു, സ്വീകരിക്കുന്നു, സ്വീകരിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡെഡ് സീ, ചാവുകടൽ. ജെറുസലേമിൽ ചാവുകടൽ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ, സ്വീകരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, കൊടുക്കാൻ അറിയത്തില്ല. പോരട്ടെ പോരട്ടെ പോരട്ടെ, പേര് ചാവുകടൽ. തൊട്ടപ്പുറത്ത് വേറൊരു കടൽ, ഗലീലി കടൽ. സ്വീകരിക്കുന്നു, കൊടുക്കുന്നു. ആ പ്രദേശത്തെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും ശുദ്ധജലം കൊടുക്കുന്ന സ്വീകരിക്കുന്നു, കൊടുക്കുന്നു. ഉറവയിൽ നിന്ന് സ്വീകരിക്കുന്നു, കൊടുക്കുന്നു. അവിടത്തെ ജലം ശുദ്ധജലം. ആളുകൾ നിന്ന നിപ്പിൽ കുടിക്കുന്നു, മത്സ്യങ്ങൾ വളരുന്നു, ആ ദേശത്തിന് അനുഗ്രഹമായി മാറുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ മെസ്സേജ് ക്ലിയർ ആണ് ഇസ്രായേലിൽ. ഒന്നുകിൽ എനിക്ക് നിങ്ങൾക്കും ഒരു ചാവുകടലായി ജീവിക്കാം, അല്ലെങ്കിൽ ഗലീലിയ കടലായി ജീവിക്കാം. ദുർഗന്ധം വമിക്കുന്ന ഡെഡ് സീ. ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ അസ്വസ്ഥത. നമ്മൾ ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയാണ്, എപ്പോഴാണോ ഒന്ന് എഴുന്നേറ്റ് പോകുന്നത്? കുറച്ചു നേരമായി വന്നിട്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആൾ എഴുന്നേക്കാൻ പറയുമ്പോൾ, ബ്രദറെ നാളെ പോയാ പോരെ, അല്ല ടവലും തോർത്തും ഒന്നുമില്ല. അയ്യോ അതെല്ലാം ഇവിടെ ഉണ്ട്, ചേച്ചിക്ക് നാളെ പോയാൽ പോരെ, ഞാൻ കൊണ്ട് ആക്കിത്തരാം, നാളെ രാവിലെ ഞാൻ ഡ്രൈവ് ചെയ്ത് ആക്കിത്തരാം. അല്ല മോനെ എനിക്ക്, അല്ല ചേച്ചി ഇവിടെ ഇരിക്കുക. എന്താണ് ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആൾ ആ വീട്ടിൽ കയറി ചെന്നപ്പോൾ അവിടുത്തെ അന്തരീക്ഷത്തിലൊക്കെ ഒരു മാറ്റം, ഒരു സമാധാനം, ഒരു സന്തോഷം, സ്വർഗം വീട്ടിൽ വന്നിരിക്കുന്ന പോലത്തെ ഒരു അനുഭവം. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ പറയാം, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ. മറ്റത് കാണുമ്പോൾ പറയാൻ പറ്റാത്തതുകൊണ്ട് ഉള്ളില് ഭാര്യയും ഭർത്താവും കൂടെ അപ്പുറത്ത്, എപ്പോഴാണോ എഴുന്നേറ്റ് പോകുന്നത്, വന്നിട്ട് 3 മണിക്കൂറായി. ചാവുകടലാണോ ഗലീലിയ കടലാണോ? ഇസ്രായേൽ എന്ന ദേശത്ത് തന്നെ ദൈവം 2 തരം മനുഷ്യരെ കാണിക്കുന്നു. റിസീവിങ് ആൻഡ് ഗിവിങ്. ഓൺലി റിസീവിങ്. പ്രിയപ്പെട്ടവരെ, സ്നേഹവും അഭിഷേകവും ഒക്കെ ഒഴുകിയിറങ്ങട്ടെ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ലോകത്തിലെ അനേക രാജ്യങ്ങളിലേക്ക് വിളി വന്നപ്പോൾ നിങ്ങൾക്കറിയാം, വീട്ടിലിപ്പോ ഞാൻ വളരെ കുറച്ചാണ്. ഞാൻ കല്യാണം കഴിച്ചാളോ, നിങ്ങൾക്കറിയാം, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. ഞാൻ അവളോട് ചോദിച്ചു, കഴിഞ്ഞ വർഷം 2 മാസം വീട്ടിൽ ഉണ്ടായിരുന്നത്. എനിക്ക് വലിയ ഇഷ്ടമാണ് അവളെ, വലിയ ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞിനെയും. നല്ല സ്നേഹമുള്ളൊരു ഫാമിലിയാണ് ഞങ്ങള്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും ഇറങ്ങുമ്പോൾ എനിക്കൊരു വിഷമം വരും. എന്നിരുന്നാലും ഞാനും ഭാര്യയും കൂടെ സംസാരിക്കുമ്പോൾ ഭാര്യ പറയും, ജോണിന് ദൈവം ആത്മാവിനെ തന്നത് ചാവുകടലാകാനല്ല. പ്രൈസ് ദി ലോർഡ്. ജോൺ പോകാതെ എന്റെ കൂടെ ഇവിടെ ഇരുന്നാൽ you will become another dead sea. So go and give the Holy Spirit and the anointing and the message to the hungry people. ചാവുകടലാകണോ? വേണ്ട, പോവുക. സാരമില്ല, വേദനിക്കും, സാരമില്ല, മുറിയും, സാരമില്ല, പോണം. ഈശോ പറഞ്ഞ പോണം. ഒരു ചാവുകടലാട്ട് കെട്ടി കിടക്കണ്ട പ്രിയപ്പെട്ടു. അവൾ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മാറി നിൽക്കാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കൽ ഒരു രാജ്യത്ത് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് കാർ ഓടിക്കുന്നു, പുറകിൽ ഭാര്യ ഇരിക്കുന്നു. ഭാര്യ പുറകെ ഇരുന്നുകൊണ്ട് ഒരു കമന്റ് അടിച്ചു, ഡോക്ടർ ജോണിന്റെ ഭാര്യ വലിയ ഭാഗ്യവതിയാണ്. എനിക്ക് മനസ്സിലായി ചേട്ടനിട്ടൊരു പണി കൊടുത്താണ്. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ അവരുടെ വീട്ടിൽ 2 ദിവസം താമസിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അന്നേരം ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം ഞാനും ചേട്ടനും കൂടെ പുറത്തു പോയി. ചേട്ടൻ സാധനം മേടിക്കാൻ പോയപ്പോൾ ഞാനും കൂടെ സ്ഥലം കാണാൻ വേണ്ടി ഷോപ്പിലോട്ട് പോയതാണ്, പച്ചക്കറി മേടിക്കാൻ പോയതാണ്. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ട്രാഫിക്കിൽ അകപ്പെട്ടു. അപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞിരുന്ന എങ്ങനെയാണെന്നറിയോ, എന്നെ വേറൊരു വീട്ടിൽ കൊണ്ട് ഇരുത്തിയിട്ട് വൈകുന്നേരം കൊണ്ട് വിളിക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരുമ്പോൾ ഞാൻ എന്തോ കാരണത്താൽ പോകാൻ പറ്റില്ല, ഇയാളുടെ കൂടെ ഇങ്ങ് തിരിച്ചു വരികയാണ്. ഞാൻ തിരിച്ചു വരുന്നുണ്ടെന്ന് ചേച്ചിക്ക് അറിയത്തില്ല. തിരിച്ചു വരുമ്പോൾ ഞങ്ങളൊരു ട്രാഫിക്കിൽ അകപ്പെട്ടപ്പോൾ ഫോൺ ബെല്ലടിക്കുകയാണ്. പുള്ളിക്കാരൻ എന്നെ കണ്ണുകൊണ്ട് കാണിച്ചിട്ട് ഈ സ്പീക്കറിൽ കൂടി ഇടുന്ന പരിപാടി ഉണ്ടല്ലോ, കാറിന്റെ അകത്ത് തന്നെ ഇട്ടു. എന്നിട്ട് എന്നോട് ഇങ്ങനെ കാണിച്ചു, കേട്ടോ കേട്ടോ കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഒന്നും അറിയാത്ത പോലെ എന്നോട് പറഞ്ഞു, മിണ്ടരുത്. ഞാൻ മിണ്ടാതിരിക്കുകയാണ്. 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് 7:30 നിങ്ങൾ എവിടെ പോയി കിടക്കായിരുന്നു? ആരുടെങ്കിലും മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ നിങ്ങളെ എനിക്ക് പണ്ട് അറിയാം. നിങ്ങൾ എവിടെ പോയാൽ ആരുടെങ്കിലും മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ പറഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഞാനെല്ലാം കേട്ടു, ഒന്നും മിണ്ടിയില്ല. ആ മനുഷ്യൻ ഒന്നും മിണ്ടിയില്ല കേട്ടോ. എടി ഫോൺ വയ്ക്കട്ടെ. അങ്ങനെ നിങ്ങൾ ഇപ്പൊ വയ്ക്കണ്ട, ഞാൻ പറഞ്ഞത് മൊത്തം കേൾക്കണം. ഒരു ഫോൺ വയ്ക്കാൻ നടക്കുന്നു. എല്ലാം കഴിഞ്ഞു. വീട്ടിലോട്ട് കയറി ഒന്ന് ബെല്ലടിച്ചു. ഞാൻ കൂടെ നിൽക്കുന്ന വാതിൽ തുറന്നു. എന്നെ കണ്ടു. പ്രൈസ് ദി ലോർഡ് ബ്രദറെ, ബ്രദർ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു, ഉണ്ടായിരുന്നു, ഫോൺ സ്പീക്കറിലുമായിരുന്നു. അവര് ഭർത്താവിനെ തുറച്ചൊന്ന് നോക്കി. ഞാൻ പറഞ്ഞു, തുറച്ചു നോക്കണ്ട ചേച്ചി, ഇന്നലെ ചോദിച്ചതിന്റെ ഉത്തരമാണ് എനിക്ക് പറയാനുള്ളത്. ചേച്ചിയുടെ ഭർത്താവ് 5 മണിക്ക് വരേണ്ട ആള് 7 മണി വരെ വരാൻ താമസിച്ചപ്പോ
2 മണിക്കൂർ അദ്ദേഹത്തെ മിസ് ചെയ്തപ്പോൾ ചേച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇന്നലെ എന്താ പറഞ്ഞത്? ഡോക്ടർ ജോണിന്റെ ഭാര്യ ഭാഗ്യവതിയാ, അവൾ കൊടുക്കുന്ന വില അറിയാവോ? ഞാൻ ചോദിച്ചു. നാടും വീടും നാട്ടുകാരും ഒന്നും അറിയാത്ത ഒരു സ്ഥലത്ത് ഞാൻ പോയി താമസിക്കുന്നു. ആരുടെയൊക്കെയോ ഭവനങ്ങളിൽ ഞാൻ താമസിക്കുന്നു. ഒരിക്കൽ പോലും അവൾ ചോദിച്ചിട്ടില്ല ഇന്ന് ആരുടെ വീട്ടിലാണ് താമസിക്കുന്നത്, എന്താണ്. നോ, ഒറ്റ കാര്യം അവൾ ഫോണിൽ കൂടെ ചോദിക്കും, പരിശുദ്ധാത്മാവ് വന്നായിരുന്നോ? എത്ര പേരുണ്ടെന്ന് പോലും ചോദിക്കത്തില്ല. ഒറ്റ ചോദ്യം ചോദിക്കും, പരിശുദ്ധാത്മാവ് വന്നായിരുന്നോ? ജോൺ, കർത്താവ് വന്നായിരുന്നോ? ജോൺ ആണോ പ്രസംഗിച്ചത്, കർത്താവാണോ പ്രസംഗിച്ചത്? അടുത്ത വിളിക്കും, പാട്ടുകാരാണോ പാടിയത്, പരിശുദ്ധാത്മാവാണോ പാടിയത്? 2 ചോദ്യം. ജോൺ ആണോ പ്രസംഗിച്ചത്, പരിശുദ്ധാത്മാവാണോ? പ്രിയപ്പെട്ടവരെ, 2 മണിക്കൂർ താമസിച്ചപ്പോൾ വില കൊടുക്കാൻ പറ്റാത്ത ആളാ പറയുന്നത്, ഡോക്ടർ ജോണിന്റെ ഭാര്യ ഭാഗ്യവതിയ, നിങ്ങൾ വില കൊടുക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ബി കെയർഫുൾ ടു വാക്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഏറ്റവും വലിയ നിധിയും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഈ നിധി മൺപാത്രങ്ങളിലാണ് നൽകിയിരിക്കുന്നത്, ബലഹീന പാത്രങ്ങളാണ്. പൗലോസിന് അറിയാം ഇത് തട്ടിയാൽ പൊട്ടിപ്പോകും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് കൊണ്ട് നടക്കണം, ശ്രദ്ധിക്കണം, ഡിപ്പെൻഡ് ചെയ്യണം, നാവിനെ സൂക്ഷിക്കണം. ലീക്ക് ഔട്ട് വരും. ആരെപ്പറ്റി ഒന്നും പറയരുത്. നമ്മൾ പലതും കാണും പ്രിയപ്പെട്ടവരെ, പലതും കേൾക്കും. എല്ലാത്തിനെ പറ്റിയും കമന്റ് പറയാൻ നോക്കരുത്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയും പഴയ നിയമത്തിന്റെ ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമോ? പഴയ നിയമത്തിന്റെ അവസാനത്തെ പ്രവാചകനായ സ്നാപക യോഹന്നാൻ ഹെറോദസിന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു, നീ നിന്റെ സഹോദരന്റെ ഭാര്യയെ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല. ഒറ്റയ്ക്ക് പോയി പറയുന്നതിന് പകരം ആൾക്കാർ നോക്കി നിൽക്കെ അദ്ദേഹം പറഞ്ഞു. പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, പഴയ നിയമത്തിൽ അത് വലിയ കുഴപ്പമില്ല. പക്ഷേ when Jesus came, മിണ്ടിയില്ല. That is his business. Oh, my dear brothers, my dear sisters. ഹെറോദസ് വ്യഭിചാരത്തിൽ ജീവിച്ചിട്ടും ഒരിക്കൽ പോലും അതിനെപ്പറ്റി ഒരു കമന്റ് യേശു പറയുന്നില്ല. നോ, ശിഷ്യന്മാരോട് പോലും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അവൻ പാപിയാന്നും പറയുന്നില്ല. യേശു ഉള്ളുകൊണ്ട് ഹെറോദസിനെ സ്നേഹിച്ചു. കുരിശിൽ പിടയുമ്പോൾ ഹെറോദസിന്റെ മുഖം അവിടെ നിന്ന് കണ്ടു. അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കാണും, കർത്താവേ, ഹെറോദസിന് വേണ്ടിയും ഞാൻ മരിക്കുന്നു. സ്വന്തം സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഹെറോദസിന്റെ പാപങ്ങളും ഞാൻ എന്റെ ശരീരത്തിൽ ഏറ്റെടുക്കുന്നു. പിതാവേ, അവൻ ചെയ്യുന്നെന്ന് അറിയുന്നില്ല, അവനോട് ക്ഷമിക്കണമേ. ദാറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ന്യൂ കവനന്റ്. ചിലർ എന്നോട് പറയാനുണ്ട്, ഡോക്ടറെ, ഞാൻ സ്നാപക യോഹന്നാന്റെ സ്പിരിറ്റില്ല. അതെ, ഈശോ പറഞ്ഞു, പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയവൻ പോലും സ്നാപക യോഹന്നാനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, കാരണം എന്താ, ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ സ്നാപക യോഹന്നാനെ കൊണ്ട് പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹത്തിന്റെ സുവിശേഷം അദ്ദേഹം കേട്ടില്ല. പഴയ നിയമത്തിലെ വലിയവനാണ് അദ്ദേഹം. പക്ഷെ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിന്റെ ആത്മാവ് വ്യത്യാസമാണ്. സൂക്ഷിക്കണം. നിങ്ങൾ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന പലരും പാപത്തിൽ കഴിയുന്നത് കാണും. ആവശ്യമില്ലാതെ വീട്ടിൽ വന്നിരുന്ന് മിണ്ടരുത്. ബ്രദർ എന്ന് പറഞ്ഞതുപോലെ ഒരു 5 നന്മ നിറഞ്ഞ പറയും ചൊല്ലി പ്രാർത്ഥിക്കുക. അതും ഇതൊക്കെ പറഞ്ഞ് പുളിച്ച് നാറിപ്പോകുന്നതുകൊണ്ടാ നമ്മുടെ പ്രകാശം കെട്ടുപോകുന്നത്. ഹല്ലേലൂയ. നമ്മൾ പ്രകാശത്തെ വസ്ത്രമായി അണിയേണ്ടവരാണ്. ആദത്തിനും ഹവ്വയ്ക്കും ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം ചെയ്യുന്നതിന് മുമ്പ് പാന്റും ഷർട്ടും ചുരിദാറും ഇല്ലായിരുന്നു. എന്താ അവർ ധരിച്ചിരുന്നത്? പ്രകാശം. ലൈറ്റ്, ഗ്ലോറി ഓഫ് ഗോഡ് വാസ് കവറിംഗ് ദം. പാപം ചെയ്തോ നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ ആത്മാവിനെ വേദനിപ്പിക്കരുന്നുള്ള മെസ്സേജാണ് നിങ്ങൾക്ക് ദൈവം തരുന്നത്. ഹല്ലേലൂയ. അത് പറയാൻ കാരണം, നിങ്ങളിൽ ഒരുപാട് പേര് കമ്മിറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഉള്ളിൽ എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. ഈ ഹോളിന്റെ പുറത്ത് അവൻ നിപ്പുണ്ട്, 2 കൊമ്പും 1 വാലും. എന്ത്? ഇന്നലെ വരെ ഉണ്ടായിരുന്ന അതേ പ്രലോഭനം, പുതിയതൊന്നും പുള്ളിയുടെ ഈ സ്റ്റോക്കില്ല. നിങ്ങളെയും എന്നെയും എവിടെ വലിച്ചിടണമെന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. ആരെ കണ്ടാലും കുറ്റം പറയുന്ന ഒരാൾ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോ തന്നെ നല്ല കുറ്റവും കുറവുള്ള ഒരു ചേച്ചി അവിടെ കൊണ്ട് നിർത്തും. എന്നിട്ട് പറയും, നോക്ക്, തീർന്നെന്നറിയാം. ഹല്ലേലൂയ. ലസ്റ്റുള്ള ഐസുള്ള ഒരു ചെറുപ്പക്കാരനെ, ആരെ കണ്ടാലും ആസക്തി വരുന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ല തീരുമാനമൊക്കെ എടുത്ത് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, മുമ്പോട്ട് ഇറങ്ങി ചെല്ലാനും കൃത്യ ആളെ കൊണ്ട് മുമ്പിൽ നിർത്തി കൊടുത്തു. നോക്ക്, അവന്റെ കാറ്റ് അതോടെ പോയി. അഹങ്കാരം പെട്ടെന്ന് പൊങ്ങുന്ന ഒരാളാണെങ്കിൽ പുള്ളി പുറത്തോട്ടിറങ്ങി വരും തന്നെ അവിടെ ഒരു ചേട്ടൻ റെഡിയാക്കി നിർത്തും. ചേട്ടൻ ഇതൊന്നും അറിയാതെ തന്നെ വന്നിട്ട്, ബ്രദറിന്റെ മുഖം മോശയെ പോലെ പ്രകാശിക്കുന്നു. പുള്ളി തീർന്നു. പുള്ളി ശരിക്കും മോശയെ പോലെ പ്രകാശിച്ചു വിട്ടിരുന്നു. പക്ഷെ അത് കേട്ടപ്പോ പുള്ളിയുടെ കാറ്റ് പോയി. പിശാചിനറിയാം അതിനാളെ നിർത്തിയിട്ടുണ്ട്. ഈ പാവങ്ങള് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട് 5-6 പേര്. എന്നാ പാട്ടായിരുന്നു. ആണോ? സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. സാന്റോ ബ്രദറെ,
സാന്റോ ബ്രദർ എന്ന ആത്മാക്കൾ നേടുന്നതിനെ പറ്റി പറഞ്ഞപ്പോ എന്റെ ഹൃദയം തകർന്നു പോയി. സൂക്ഷിക്കണം. ഹല്ലേലൂയ. ബെന്നി സാറിനെ കാണുമ്പോ, ബെന്നി സാറെ ശാലോമിന്റെ പ്രസന്റേഷനിൽ സാറായി എളിമയോടെ ജപമാല ചൊല്ലുന്നത് കണ്ടപ്പോ ഉണ്ടല്ലോ, എന്റെ ഹൃദയം പൊടിഞ്ഞു പോയി ബ്രദറെ. സൂക്ഷിക്കണം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കെണികൾ, 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 ട്രാപ്പ്, കെണികൾ. ദാവീദ് പറയുന്നുണ്ട്, അവർ എനിക്കായി കെണികൾ വെച്ചു. കെണി എന്ന് വെച്ചാൽ അറിയാവോ? എലിയെ പിടിക്കാൻ നമ്മളൊരു സാധനം വയ്ക്കും. നല്ല കപ്പ കഷണം തൂക്കിയിട്ടിരിക്കും, ഉണക്കമീന്റെ കഷണം. എലി ഇങ്ങോട്ട് വരുമ്പോ നല്ല മണമടിക്കും. ഓടിച്ചെന്നൊരു കടി, ടപ്പെന്ന് പുറകിലൊരു ശബ്ദം, പിന്നെ തിരിച്ചോടാൻ പറ്റുന്നില്ല. ഒരു വില കൊടുക്കണം. ഇന്ന് രാത്രി 9 മണിയാകുമ്പോ നിങ്ങൾ വീട്ടിൽ ചെല്ലും, കുളിയൊക്കെ കഴിഞ്ഞിട്ട്, എടി നമുക്ക് ആ റിമോട്ട് ഇങ്ങോട്ടൊന്ന് എടുത്തേ, നോക്കട്ടെ, 2 ദിവസമായി വാർത്തകളൊക്കെ. എന്നാ ഈ വാർത്തയൊക്കെ കാണുന്ന കൂട്ടത്തിലാണ് ഒരു ചേച്ചി അപ്പുറത്ത് ചോറ് ചൂടായിക്കൊണ്ടിരിക്കുക. ചേച്ചി ചോറ് ചൂടാക്കി കൊണ്ടുവരുമ്പോ ചേട്ടൻ വാർത്ത കാണുകയാണ്. ചേച്ചി ചോദിച്ചു, അച്ചായ അച്ഛന്റെ മുഖത്ത് എന്താ ഒരു കരിവാളിപ്പ്? ഞാൻ അങ്ങോട്ട് 10 മിനിറ്റ് മുമ്പ് പോയപ്പോ നല്ല പ്രകാശമായിരുന്നല്ല, എന്ത് പറ്റി? ഒന്നുമില്ല. ഡോക്ടർ ധ്യാനത്തിന്റെ അവസാനം പറഞ്ഞു ചാനലിന്റെ കാര്യം. അച്ഛൻ വല്ല നോക്കിയോ? ഇല്ല ഇല്ല. Hallelujah. We serve an awesome God, a holy God. Our God is holy, a consuming fire. ജീവനുള്ള ദൈവം, പരിശുദ്ധനായ ദൈവം. പ്രിയപ്പെട്ടവരെ, മോശേ നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക. കർത്താവ് പറഞ്ഞെന്തെന്നറിയാമോ? നീ ഫറവോ എന്ന് പറയുന്ന രാജാവിനെ കണ്ടിട്ടുണ്ട്, അവന്റെ മുമ്പിൽ നീ ഷൂസ് ഇട്ട് പോയിട്ടുണ്ട്. അവന്റെ വിശുദ്ധിയൊന്നുമില്ല, അവൻ അധികാരം മാത്രമേ ഉള്ളൂ, വിശുദ്ധിയില്ല. എന്നാ നീ കളിക്കരുത് മോശേ, കളിക്കരുത്, കളി പ്രസംഗാണ്. കാല് മാറ്റുക, ചെരുപ്പ് മാറ്റുക. മോശേ, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധനാണ്. എനിക്ക് അധികാരം മാത്രമല്ല ഉള്ളത്, പരിശുദ്ധിയുണ്ട്. ഞാൻ പരിശുദ്ധനാണ്. നീ ഫറവോയോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കരുത്. റിമൂവ് യുവർ സാൻഡൽസ്, യു ആർ സ്റ്റാൻഡിംഗ് ഓൺ എ ഹോളി ഗ്രൗണ്ട്. വിശുദ്ധ കുർബാന ഉള്ളിലേക്ക് കടന്നു വന്ന് സ്വീകരിക്കുന്ന നമ്മൾ വില കൊടുക്കണം, വില കൊടുക്കണം, വില കൊടുക്കണം. എങ്കിലേ സഭ വളരത്തുള്ളൂ. ബ്രദർ ആവർത്തിച്ചു പറഞ്ഞു, നിങ്ങൾ പൈസ മാത്രം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്താൽ ശാലോമിന്റെ ശുശ്രൂഷകളിലൂടെ ജനം സ്പർശിക്കപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, ബ്രദർ അത് ആവർത്തിച്ചു പറഞ്ഞു. പൈസയുള്ള ആർക്കും ചാനൽ നടത്താം, പക്ഷേ പ്രാർത്ഥനയും പരിശുദ്ധാത്മ നിറവും നമുക്ക് വേണം, വിശുദ്ധി വേണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഉണരാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഉദാശകളിലൂടെ, കുർബാനയിലൂടെ, ധ്യാനത്തിലൂടെ ഒക്കെ ദൈവം ആത്മാവിനെ തന്നു. നമുക്ക് ആത്മാവിനെ വേദനിപ്പിക്കാതെ ജീവിക്കാം.